അവനെ ഇങ്ങോട്ട് അബദ്ധത്തിൽ പോലും കൊണ്ടുവരരുതെന്ന് അമ്മ ഇന്നലെ പർട്ടിക്കുലർ ആയിട്ട് എല്ലാവരോടും പറഞ്ഞിരുന്നല്ലേ. പിന്നെ എന്തിനാ വരാൻ പറഞ്ഞേ? നിങ്ങളുടെ വാക്കിനെ ഞങ്ങൾ ബഹുമാനിക്കുമ്പോ ഞങ്ങൾ പറയുന്നതനുസരിക്കാൻ നിങ്ങളും ബാധ്യസ്ഥരല്ലേ? ബന്ധുക്കളെക്കാൾ അവനെയാണോ നിങ്ങൾക്കിപ്പോ വലുത്? എന്തിനാ ഇങ്ങനെ പറയിപ്പിക്കുന്ന അമ്മേ? ചടങ്ങുകളും പൂജകളും ഒക്കെ അവനിക്ക് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് അമ്മ ചിലപ്പോ ഇങ്ങോട്ടേക്ക് വിളിച്ചതായിരിക്കും. ഇതിന് മാത്രം ഇപ്പൊ എന്താ സംഭവിച്ചേ? എന്താണെന്നോ ഇതാ ഇങ്ങനെ കുളമായി. എല്ലാരും മൂഡ് ഔട്ട് ആവുകയും ചെയ്തു. നിങ്ങൾ എനിക്ക് ഉത്തരം തന്നേ പറ്റൂ വേദവതി അമ്മേ. ഗൗതമി, കാരണമില്ലാതെ ഈ വേദവതി ഒന്നും തന്നെ ചെയ്യാറില്ല. എന്താ കാരണം? അവനി താമോളെ. ഈ ഫംഗ്ഷൻ കഴിഞ്ഞ ശേഷം എന്റെ മരുമകൾക്ക് സമ്മാനിക്കാൻ വേണ്ടി ഞാൻ കരുതി വെച്ച നെക്ലസ് ഏത്? ധൃതിയില് വീട്ടിൽ നിന്നത് കൊണ്ടുവരാൻ മറന്നുപോയി. അതുകൊണ്ടാ ഫോൺ ചെയ്ത് അവനിയോട് ഞാനിത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് പറഞ്ഞത്. വന്നാ എല്ലാവരും വേറെ എന്തെങ്കിലും പറയൂന്ന് അവള് പേടിച്ചിരുന്നു. അതതുപോലെ തന്നെ സംഭവിച്ചു. ഞാൻ വിളിച്ചതുകൊണ്ട് അവനി വന്നു എന്നല്ലാതെ അവളുടെ ഇഷ്ടത്തിനല്ല വന്നത്. ദയവ് ചെയ്ത് ആരും തന്നെ ഒന്നും പറയരുത്. ഇതുകൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണമില്ലാതെ വേദവതി ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞതല്ലേ. ചടങ്ങുകൾ ഏതായാലും അതിന്റെ അവസാനത്തിലെത്തിയതുകൊണ്ട് അവനിവിടെ കുറച്ചു നേരം നിന്ന് ഞങ്ങളുടെ കൂടെ തിരിച്ചു പോന്നോളൂ. ഭാഗ്യമുണ്ടെങ്കിൽ പണവും കായ്ക്കും, ഭാഗ്യമില്ലെങ്കിൽ പുല്ലും മുളയ്ക്കില്ല എന്നാണല്ലോ. അവനി, താൻ ധൃതി പിടിച്ച് ഓടി വന്നുകൊണ്ട് ക്ഷീണിച്ചിരിക്കുവാടോ. താൻ വെള്ളം കുടിക്കേ. ഇത് കുടിക്കേ. ശ്രീകരേട്ടാ, എന്താ നിങ്ങളീ കാണിച്ചത്? എന്തുപറ്റി? ഏട്ടൻ എനിക്ക് തരേണ്ട വെള്ളമാണത്. അത് കുടിച്ചു വേണം എന്റെ ഉപവാസം അവസാനിപ്പിക്കാൻ. അയ്യോ സോറി, മറന്നുപോയി. നീ അവനിയുടെ മുഖത്തൊന്ന് നോക്കി എത്ര ക്ഷീണിച്ചിരിക്കുക. ആ ധൃതിയില് ഞാൻ വേറൊന്നും ആലോചിച്ചില്ല. ഇതെല്ലാം മനഃപൂർവ്വം ചെയ്യുന്ന പോലെയുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താ ചേച്ചി? അനാവശ്യമായിട്ട് എന്തിനാ ബ്ലെയിമിങ് ചെയ്യുന്നത്? അതിനു മാത്രം ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? നിഹാരിക ജല്ലടിയിലൂടെ ശ്രീകരനെ ഇതുവരെ നോക്കിയില്ലല്ലോ. ആദ്യം ആ ചടങ്ങുകൾ നടത്തിയ ശേഷം വെള്ളം കുടിച്ചോളൂ നീ. എന്നെക്കാളും മുമ്പ് ആ അവന് ഇവനെ നോക്കി അമ്മയെന്ന് പറയാനും കഴിയില്ല. നിഹാരിക, എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ടായതുപോലെ ഫീൽ ആവുന്ന എന്തിനാ? മറ്റുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുമോളെ.
ഒരല്പം വൈകിയാലും എന്റെ മോള് നല്ല മുഹൂർത്തത്തിൽ തന്നെയാ ജലടിയിലൂടെ നോക്കിയത്. ഞങ്ങൾക്ക് സന്തോഷമായി. എല്ലാം പൂർത്തിയായില്ലേ? ഇനി എല്ലാരും നടന്നോളൂ. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അവനെ വെടിവെച്ച് കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. ഏതെങ്കിലും ഒരു വിധത്തില് റോക്കറ്റ് ഇടിച്ചു കുത്തി വന്ന് നിൽക്കുന്നത് പോലെ വരുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ. ഇപ്പൊ എന്തായി? ലാസ്റ്റ് മൊമെന്റിൽ വന്ന് അവള് കയ്യടി വാങ്ങി. കൂടാതെ നിന്നെക്കാ മുമ്പ് ശ്രീകറിനെ ജല്ലടിയിലൂടെ നോക്കുകയും ചെയ്തു. ശ്രീകറും അതെ, അറിഞ്ഞോണ്ടാ വെള്ളം കൊടുത്തത്. ശ്രുതിയിൽ ശ്രുതി ചേർക്കുന്ന പോലെ എല്ലാം അവരങ്ങ് കവർ ചെയ്തു. അവനിയുടെ ആഗ്രഹം സാധിച്ചു. ഇനി നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? മരിച്ച വീട്ടിൽ പോയി ആശ്വസിപ്പിക്കുന്നതും വിഷമിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നതും ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ അളിയാ? അവനിക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളാ. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ഞങ്ങൾ എന്താ ചെയ്തേ? അവന് വരാനുള്ള കാരണം നിങ്ങളാ. ഞങ്ങൾ എന്ത് ചെയ്തു? ഇപ്പൊ ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കയറുന്നത് എന്തിനാ? എല്ലുറപ്പില്ലാത്ത കൈക്ക് ദാനം ചെയ്യാനും മടി കാണില്ല. നാവിന് എല്ലില്ലാത്തതുകൊണ്ട് ആടാനും മടി കാണിക്കില്ല എന്നല്ലേ? അതുപോലെ ആയിപ്പോയത്. ഇതിനു മുമ്പും അതെ, നീ 2-3 തവണ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ടുമുണ്ട്. ഇതൊന്നും അത്ര ശരിയല്ല നിഹാരിക. അല്ല, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്നാ നീ പറയുന്നേ? അമ്മ ആ നെക്ലസ് ബാഗിൽ വച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് നോക്കാൻ പാടില്ലായിരുന്നോ? നിങ്ങളപ്പോ കറക്റ്റായിട്ട് നോക്കിയിരുന്നെങ്കിൽ അവനിക്ക് അതിനുള്ള അവസരം കിട്ടില്ലായിരുന്നു. നെക്ലേസ് ഞങ്ങൾക്ക് കിട്ടിയാൽ കൊള്ളാന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അതിലേക്ക് കറക്റ്റ് ഫോക്കസ് ചെയ്യാതിരുന്നത്. അതൊന്നും അല്ല. അമ്മ നെക്ലസ് എല്ലാവരെയും കാണിച്ചിട്ട് തിരിച്ച് ബാഗിലേക്ക് വെക്കുന്നത് ഞങ്ങൾ എല്ലാവരും കണ്ടതാ. പിന്നെ എങ്ങനെയാ മിസ്സായത്? അതാ എനിക്ക് മനസ്സിലാവാത്ത. ഇതോടെ ഇത് അവസാനിക്കുവോ, അല്ലെങ്കിൽ ഇനിയും വല്ല ട്വിസ്റ്റ് വല്ലതും ഉണ്ടാവുമോ? ശ്രീകരേട്ടാ, ചടങ്ങ് തുടങ്ങാനുള്ള മുഹൂർത്തം ആകുന്നതിന് മുൻപ് താനൊന്ന് വന്നിരുന്നുവെങ്കിൽ അത് ഞാൻ എത്ര തവണ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നറിയോ? താൻ എന്നെ ആദ്യം കാണണമെന്ന് അപേക്ഷിക്കുമായിരുന്നു. അത് തന്നെ സംഭവിച്ചു. നിഹാരിക ഇനി എന്തൊക്കെ പ്ലാൻ ചെയ്താലും ദൈവമുള്ളത് നമ്മുടെ കൂടെ തന്നെയാ അവനി. അതേട്ടാ, നിഹാരികയ്ക്ക് തന്നെ തോൽപ്പിക്കാൻ അത് അസാധ്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഇതിനേക്കാൾ വലിയൊരു എക്സാമ്പിൾ ഇനി മറ്റെന്താണോ വേണ്ടത്? തെറ്റായ വഴിയിലൂടെ പോകുന്ന നിഹാരിക സ്വയം മനസ്സിലാക്കി അവളുടെ തെറ്റുകളെ അവളായിട്ട് തന്നെ അംഗീകരിച്ച് നമ്മുടെ വീട്ടിൽ നിന്നും പുറത്തു പോകണം. ആ ദിവസം എത്രയും പെട്ടെന്നുണ്ടാവണം. തന്റെ ചിന്തകളിലൊക്കെ ഒരു സത്യമുണ്ട്. ആ ദിവസം എത്രയും പെട്ടെന്ന് തന്നെ വരും. നമ്മുടെ ഈ ബന്ധം ശാശ്വതമായിരിക്കും അവനി. ഇന്നത്തെ ദിവസം സ്വന്തം ഭർത്താവിന്റെ കൂടെ ഇരിക്കാൻ പറ്റില്ലെന്ന് താൻ ഒരുപാട് വിഷമിച്ചില്ലേ അവനി? ബട്ട് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ആഗ്രഹിച്ചതൊക്കെ നീ സാധിച്ചില്ലേ? ഇതൊന്നും എന്റെ മഹത്വം കൊണ്ടല്ലല്ലോ ഏട്ടാ. നിങ്ങളെ കഴുത്തിൽ കെട്ടിയ താലിയുടെ അല്ലേ? എന്നോട് ന്യായം കാണിക്കും. എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിങ്ങളുടെ ആശീർവാദം വാങ്ങാൻ കഴിഞ്ഞില്ല. എന്നെ അനുഗ്രഹിക്കണം ഏട്ടാ.
തൻ്റെ കഴുത്തിൽ കെട്ടിയ താലി എല്ലാവരും അംഗീകരിക്കണമെന്നും ആ സത്യം മറ്റൊരു അനിഷ്ടങ്ങൾക്കും കാരണമായി തീരരുതേ എന്നും ഞാൻ തന്നെ ആശീർവദിക്കുന്നു. എന്തേ? നമ്മൾ എവിടെയാ ഉള്ളതെന്ന് കുറച്ചെങ്കിലും ബോധമുണ്ട് നിങ്ങൾക്ക്? നിഹാരിക കണ്ടു കഴിഞ്ഞാലേ ഇവിടെ ഇപ്പൊ വലിയ പ്രശ്നം ഉണ്ടാക്കും. ഏയ് ആവനി, എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ആയിക്കോട്ടെ പ്രസാദ് റാവു സാറേ. ഏട്ടാ, ഒരു മിനിറ്റ്. ഒരു കാര്യം നമ്മൾ മറന്നുപോയി. എന്താ അത്? നിഹാരികയ്ക്ക് ഈ സമ്മാനം കൊടുക്കാൻ. ഓ, ശ്രീകർ, നിന്റെ കൈകൊണ്ട് തന്നെ ഇത് നിഹാരിക അണിയിക്കും മോനെ. ഇത്രയ്ക്കും ധൃതി എന്തിനാ അമ്മേ? അവളത് പിന്നെ എപ്പോഴെങ്കിലും ധരിച്ചോളൂ. അല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞില്ലേ? ഫംഗ്ഷൻ കഴിഞ്ഞാൽ എന്താ, ഒരു തെറ്റുമില്ല. നെക്ലേസ് എടുത്ത് ഇട്ടതാ. ഈ ഫംഗ്ഷനില് നിഹാരിക ഒരു കാര്യം ആലോചിച്ച് വളരെ ഡിസപ്പോയിന്റഡ് ആയിരുന്നു. നെക്ലേസ് ഇട്ട് കൊടുത്താ അവക്ക് സന്തോഷമാവില്ലേ? ഭാവി ഭാര്യയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നത്? വളയും ഞാൻ ഇട്ടു കൊടുക്കണം, മാലയും ഞാൻ ഇട്ടു കൊടുക്കണം. അല്ല, ഇതൊക്കെ എന്താ? നാളെ സാരി ഉടുക്കാൻ പറഞ്ഞാലും വസ്ത്രം കഴുകാൻ പറഞ്ഞാലും അത് ചെയ്യേണ്ടി വരുവളിയാ. വായടച്ചു വെക്കുന്നുണ്ടോ ശ്രീകർ? അമ്മ പറഞ്ഞു ചെയ്യ്. എന്റെ ഒരു ആവശ്യം വരുമ്പോ എന്തിനാ ഇങ്ങനെ പുറകോട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചുറ്റും നോക്കണ്ട, പെട്ടെന്ന് നെക്ലസ് കഴുത്തിൽ അണിയിക്ക്. കൈയടിക്ക് കൈയടിക്ക്. എനിക്ക് വേണ്ടി ബുദ്ധിമുട്ട് നെക്ലേസ് കൊണ്ടുവന്നല്ലേ, എന്നിട്ട് കൈയടിക്കാത്തത് എന്താ അവനി? കമോൻ അവനി. ഡാ, ഒരു മാല കെട്ടിക്കൊടുക്കാൻ എത്ര സമയമാടാ? ഒന്ന് പെട്ടെന്നാവട്ടെ. നിന്റെ കഴുത്തിൽ ആഫ്റ്റർ ഓൾ ഒരു നെക്ലേസ് അല്ലേ? എന്റെ കഴുത്തിൽ അവൻ കെട്ടിയ ആ താലി തന്നെ ഉണ്ടെന്നല്ലേ ഈ ചിരിയുടെ അർത്ഥം? മറ്റൊരു അവസരം ഉണ്ടാക്കി അത് ഞാൻ പറിച്ചെടുക്കും. എല്ലാം അവസാനിച്ചില്ലേ? ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇനിയൊന്നുമില്ലടാ. എന്നാ നമുക്ക് പോകാൻ നോക്കാം. ശ്രീകർ, മോനെ എപ്പോഴാ വരുന്നേ? 10 ദിവസം നിൽക്കാൻ വേണ്ടി വന്നതല്ലേ? 2 ദിവസമല്ലേ ആയുള്ളൂ. അപ്പോഴേക്കും എന്തിനാ അമ്മ ഇങ്ങനെ ചോദിക്കുന്നത്? ഇടയ്ക്കൊന്ന് വന്നുപോയാൽ നന്നാവില്ലേ മോളെ? 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങാ അച്ഛാ. ഒരുമിക്കാനുള്ളവരല്ലേ, അവര് രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു 4 ദിവസം കൂടി നിക്കട്ടെ ചേട്ടാ. അങ്ങനെയാവട്ടെ. എന്നാലും കല്യാണത്തിന് മുമ്പ് പെണ്ണിന്റെ വീട്ടിലെ ചെറുക്കൻ നിൽക്കുന്നതൊക്കെ അത്ര നല്ല സമ്പ്രദായമല്ല. ഞങ്ങൾ അവരെ നിയന്ത്രണമില്ലാത്ത രീതിയിൽ സംസ്കാരമില്ലാതെ നടക്കാനൊന്നും സമ്മതിച്ചിട്ടില്ല. സമ്പ്രദായത്തെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. നിങ്ങള്
ഈ ആവനിയോട് നമ്മുടെ കാര്യത്തിൽ തലയിടാതെ ഇരിക്കേണ്ടടുത്ത് ഇരിക്കാൻ പറയണം വേദവതി അമ്മേ. അവനി, മോളൊന്നും പറയണ്ട. അതെ, കല്യാണത്തിന്റെ കാര്യമൊക്കെ എന്തായി? ഇന്നലെ പണിക്കരുമായിട്ട് ഏട്ടൻ സംസാരിച്ചിരുന്നു. ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാ മുഹൂർത്തം നോക്കാന്ന് അവര് പറഞ്ഞത്. എത്രയോ കാലമായിട്ട് കാത്തിരിക്കുന്ന ആ ദിവസം അടുത്ത് തന്നെ ഉണ്ടാവുമെന്നാ പറഞ്ഞത്. അതൊന്ന് പെട്ടെന്ന് നടന്നിരുന്നെങ്കിൽ വീട്ടിലുള്ള കൺഫ്യൂഷനും എല്ലാം മാറിയേനെ. ശരി ശരി, നമുക്ക് ഇറങ്ങാൻ നോക്കാം, വാ. നടക്ക. ഇത്തവണ ലക്ക് നിനക്ക് ഫേവർ ആയതുകൊണ്ടാ അമ്മ ഈ നെക്ലസ് അവിടെ മറന്നു വച്ചു വന്നത്. എപ്പോഴും ഇതുപോലെയൊക്കെ സംഭവിക്കുന്നൊന്നും കരുതരുത്. എന്തുപറ്റി? എന്തിനാ നീ ചിരിക്കുന്നെ? ഞാൻ അതിന് മാത്രം ഇപ്പൊ എന്ത് തമാശയെ പറഞ്ഞേ? ആന്റി അവിടെ നെക്ലസ് മറന്നു വെച്ചതല്ല നിഹാരിക. അവര് മറന്നുപോയതാണെന്ന് ഞാൻ വിശ്വസിപ്പിച്ചതാ. വാട്ട്? യെസ്, എല്ലാവരും ഈ വീട്ടിലേക്ക് വരാൻ വേണ്ടി പുറപ്പെട്ടു. ആ സമയത്ത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി തന്ന അവസരം എന്താണെന്ന് വെച്ചാ, ഏട്ടാ ഞാൻ ഇപ്പൊ വരാവേ. എന്തു പറ്റി വേദ? പൂജാമുറിന്ന് കുങ്കുമം എടുക്കാന്ന് വിചാരിച്ചിരുന്നു, ഞാനത് മറന്നുപോയി. ശരി, പോയി എടുത്തിട്ട് വാ. ആ, എന്തു പറ്റി ആന്റി? കുങ്കുമം മറന്നുപോയി മോളെ. ആണില്ല അല്ലേ? ദൈവം എന്റെ കൂടെയാ ഉള്ളതെന്ന് തെളിയിക്കാൻ ഇതിനേക്കാളും വലിയ എന്ത് തെളിവാ നിനക്ക് വേണ്ടത്? അപ്പൊ നീ ഇങ്ങോട്ട് വരുന്ന കാര്യം ശ്രീകരേട്ടൻ നേരത്തെ അറിഞ്ഞിട്ട് പോലും നിന്നെ കുറിച്ചൊന്നും അറിയാത്ത പോലെ അഭിനയിച്ചതാണെന്ന് സാരം. ശ്രീകരേട്ടനോട് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അറിയാതെ എങ്ങാനും പുറത്തു പറഞ്ഞാലോ എന്ന് കരുതി അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഗസ് ചെയ്തതുപോലെ അമ്മ എന്നെ ഇങ്ങോട്ട് ഫോൺ ചെയ്തു. ഇനിയിപ്പൊ വിളിച്ചില്ലെങ്കിലും ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നു. നിന്നെക്കാളും മുന്നേ ശ്രീകരേട്ടനെ ജല്ലടിയിലൂടെ ഞാനാ കണ്ടത്. ഇതുകൊണ്ടാ പറയുന്നത്, സ്വന്തമാകാനുള്ളത് എങ്ങനെയാണെങ്കിലും സ്വന്തമാകൂന്ന്. അങ്ങനെ അല്ലാത്തത് തപസ് ചെയ്താലും സ്വന്തമാവില്ല എന്ന്. ഞാൻ ആഗ്രഹിച്ചതാ സംഭവിച്ചത്. ഇനി മുതല് തല മുതല് കാല് വരെ എന്നെ നിർത്തിപ്പൊരിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല. ചങ്ക് വല്ലാതെ ഇരിയുന്നുണ്ടല്ലേ? എന്തായാലും അങ്ങനെ കാണൂന്നേ. ബൈ. ഇത്രയും നേരം രണ്ടുപേരും എന്താ സംസാരിച്ചോണ്ടിരുന്നേ? ഒന്നുമില്ല. നിഹാരിക ഈ ചടങ്ങിന്റെ വിശേഷങ്ങളൊക്കെ പറയുന്നത് കേട്ടു നിൽക്കായിരുന്നു.
ഇത്ര നേരം സന്തോഷത്തോടെ നിന്നതാ. ഇപ്പൊ എന്തു പറ്റി മോള്? എനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ അമ്മ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി.